എൻ്റെ തന്നെ പ്രകൃതിയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം, ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്നിങ്ങനെ എൻ്റെ പ്രകൃതിക്ക് 8 ഘടകങ്ങളുണ്ട്. അപരപ്രകൃതി എന്നറിയപ്പെടുന്ന ഈ പ്രകൃതി എൻ്റെ തന്നെ പരപ്രകൃതിയിലാണ് പ്രതിബിംബിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവസ്ഥാനവും ലയസ്ഥാനവും ഞാനാണ്. ഹേ ധനഞ്ജയ, എന്നിൽ നിന്നും വേറിട്ട് ഒന്നും തന്നെയില്ല. ചരടിൽ മുത്തുകളെന്ന പോലെ എല്ലാം എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ച ഘടകങ്ങളുടെ എല്ലാം സൂക്ഷ്മതത്വവും ഞാൻ തന്നെയാണ്. എൻ്റെ തന്നെ സൃഷ്ടിയായ മായയുടെ ശക്തിയാൽ സത്യാവബോധം നഷ്ടപ്പെട്ട മൂഢന്മാർ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അവർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. അർജുന, ദുഃഖിതനായ രോഗി, ധനമോഹി, ജിജ്ഞാസു, സത്യമറിഞ്ഞവൻ എന്നിങ്ങനെ 4 വിധത്തിൽപ്പെട്ട ആൾക്കാർ എന്നെ ഭജിക്കുന്നു. അവരിൽ സദാ എന്നിൽ ലയിച്ചിരിക്കുന്ന സത്യജ്ഞാനി എനിക്കേറ്റവും പ്രിയപ്പെട്ടവനാണ്. ആ ജ്ഞാനിക്ക് ഞാനും ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കുന്നു. അപ്രകാരമുള്ള ജ്ഞാനികൾ ദുർലഭമാണ്. ഭാവനയിലുണ്ടാകുന്ന ഭൗതിക ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അജ്ഞാനികൾ അന്യദേവന്മാരെ ആരാധിക്കുന്നു. അവർ ആരെ ആരാധിച്ചാലും ആ ദേവന്മാരിലുള്ള ശ്രദ്ധയും ഭക്തിയും ഉറപ്പിച്ച് ആ ഭക്തഹൃദയങ്ങളിലും ഞാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അയാളുടെ ആഗ്രഹങ്ങൾ ഇഷ്ടദേവത വഴി ഞാൻ നൽകുന്നു. എന്നാൽ ഇവ പെട്ടെന്ന് നഷ്ടപ്പെടുന്നവയാണ്. അർജുന, എൻ്റെ സ്വരൂപം പൂർണ്ണമായി അറിയുന്ന ആരുമില്ല. എന്നാൽ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഇനി ഉണ്ടാകാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജര ബാധിച്ച് ജീർണിച്ചുള്ള മരണം ആഗ്രഹിക്കാത്തവരെല്ലാം എന്നെ ആശ്രയിച്ച് ബ്രഹ്മതത്വം അറിയുന്നു.